ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു വീഡിയോയിലുള്ള ബ്ലറാണ്. സോ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹാലോ ബ്ലർ അല്ലെങ്കിൽ സർക്കിൾ ബ്ലർ എന്നൊക്കെ ഇതിനെ വിളിക്കാനായിട്ട് നമുക്ക് പറ്റും. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ബ്ലർസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും, അത് ഷുവറാണ്. സോ ഇത്തരം ബ്ലർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാണ്ട് പോകുന്നത്. ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലർ ക്രിയേറ്റ് ചെയ്യാണ്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, പുതിയ വേർഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണ് ബ്ലർ ആഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു റേഷ്യോ ചോദിക്കും. ഞാനിവിടെ 9:16 റീൽസിൻ്റെ റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിലോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു എഫക്റ്റ് കൊണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹാലോ ബ്ലർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഹാലോ ബ്ലർ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സർക്കിളിൻ്റെ വലിപ്പം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ട്രാൻസിഷൻ അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ സ്പ്ലിറ്റ് ആവുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ഇൻറ്റൻസിറ്റിയിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനുശേഷം 2 സെക്കൻഡ് അപ്പുറം മാറ്റി വെച്ചിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിം ഞാൻ 100 ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻഡിങ്ങിൽ കീ ഞാൻ 0 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 2 കീ ഫ്രെയിമിൻ്റെ നടുവിലായിട്ട് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതിനായിട്ട് ഗ്രാഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു C ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗത്ത് എങ്ങനെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇവിടെ ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം വേറൊരു കീ ഫ്രെയിം ബാക്കിലായിട്ട് ആഡ് ചെയ്യാണ്. അതിനുശേഷം സാധാ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാറ്റിയിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. സോ നടുവത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് അത് നമ്മൾ 100 ആക്കി കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിം അത് 0 ആക്കിയിട്ട് ആ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് ജസ്റ്റ് നല്ല ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ എടുത്തുകായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അതായത് 2ാമത്തെ കീ ഫ്രെയിമിലും 3ാമത്തെ കീ ഫ്രെയിമിലും നടുവിലായിട്ട് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതിനായിട്ട് ഈ ഒരു ഗ്രാഫ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗത്ത് അതായത് ട്രാൻസിഷൻ വരുന്ന ഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം 100 ആക്കി കൊടുക്കുക. അതിനുശേഷം 1ാമത്തെ കീ ഫ്രെയിം 2ാമത്തെ കീ ഫ്രെയിമിൻ്റെ എടുത്തുകായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് അല്ല, പിന്നെ ഗ്രാഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും, നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അറിയാത്തവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ വേറെ സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ ഗ്രാഫും കീ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ബ്ലർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സർക്കിൾ ബ്ലർ എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ഹാലോ ബ്ലർ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു എഫക്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ടു പ്രൈവറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതുപോലെ റീൽസൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എഡിറ്റേഴ്സിനൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.